Hi everyone. Today we are going to discuss about how we can solve a DC electric circuit using mesh analysis. Okay, so this is one question. Determine the current flowing through 3 ohm resistor. അപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. Then we need to find out the current. That is the current I1 which is flowing through the 3 ohm resistor, that we need to find out. So any method you can use, mesh or node method, but now we have only studied mesh method only. So we are solving this problem by means of mesh analysis. So how we can solve this problem by means of mesh analysis? So we are solving this problem in two methods. അതായത് മെഷ് അനാലിസിസിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഒന്ന് KVL ഇക്വേഷൻസ് വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് മെട്രിക്സ് എഴുതിയിട്ടും ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ ഇവിടെ നമ്മൾ രണ്ട് മെത്തേഡിലും സോൾവ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സോൾവ് ദ പ്രോബ്ലം ബൈ മീൻസ് ഓഫ് KVL ഇക്വേഷൻസ്. സോ യൂസിങ് KVL ഇക്വേഷൻ, അതായത് ആ 5 സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലേ, അത് ആ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നമുക്ക് മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം ആൻസേഴ്സ്. ഓക്കെ, സോ ഫസ്റ്റ് മെത്തേഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മെഷസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ദ മെഷസ്. സോ ഹിയർ ദർ ആർ 3 മെഷസ്. ദിസ് ഈസ് വൺ ക്ലോസ്ഡ് പാത്ത്. അതിൻ്റെ ഉള്ളിൽ വേറെ ക്ലോസ്ഡ് പാത്തൊന്നുമില്ല. സോ ഇറ്റ് ക്യാൻ ബി വൺ മെഷ്. സോ ദിസ് ഈസ് മെഷ് നമ്പർ 1 ആൻഡ് ദിസ് ഈസ് മെഷ് നമ്പർ 2. ദിസ് ഓക്കെ. ദെൻ ദിസ് ഈസ് മെഷ് നമ്പർ 3. So there are 3 meshes. Then we need to assign mesh currents. So this current, first mesh current is marked in clockwise direction and it is named as I1. Then second mesh current I2 and third mesh current I3. So I1, I2 and I3 are the circuit variables, which are nothing but the mesh currents. Okay, then we need to give the polarities for the resistor voltage drop and need to apply KVL equations in each mesh. So we are writing KVL equation in first mesh. So while writing the equation we can assign the polarities. Okay, so for mesh 1, how will be the KVL equation? So for mesh 1, current I1 is flowing in clockwise direction. So for 5 ohm this will be the plus terminal and this will be the minus terminal, and for 3 ohm top will be plus, bottom will be minus. So രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് ആ പാത്തിലുള്ളൂ. സോ നമുക്ക് ഇക്വേഷൻ, ഹൗ വി ക്യാൻ റൈറ്റ് ഇക്വേഷൻ. സോ ഈ I1ൻ്റെ ഡയറക്ഷനിൽ തന്നെ ഈ ലൂപ്പിൽ കൂടെ നമ്മൾ മൂവ് ചെയ്ത് നോക്കി നോക്കാം. സോ 10 വോൾട്ടിൽ കൂടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ മൈനസ് ടെർമിനലിൽ നിന്ന് പ്ലസ് ടെർമിനലിലോട്ടാണ് മൂവ്മെൻറ്റ് വരിക. സോ പ്ലസ് 10. ദെൻ 5 ഓമിന് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് വെച്ചാൽ 5 ഇൻറ്റു I1 ആയിരിക്കും. ദാറ്റ് വിൽ ബി മൈനസ്, ബിക്കോസ് വി ആർ മൂവിങ് ഫ്രം പ്ലസ് ടെർമിനൽ ടു മൈനസ്. സോ 5 I1. ദെൻ 3 ഓമിൽ കൂടെ നോക്കുമ്പോൾ മൈനസ് 3 I1, ബട്ട് 3 കോഡ് ഫ്ലോ ചെയ്യുന്ന കറണ്ട്, 3 ഓമി കോഡ് ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 മാത്രമല്ല, ഇപ്പുറത്തെ മെഷീ കോഡ് ഉള്ള I2 എന്ന് പറയുന്നത് ഈ 3 ഓമി കോഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്, മുകളിലോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ടു ദിസ് 3 ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഓം റെസിസ്റ്ററിൽ കൂടെ താഴോട്ട് ഒരു I1 എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, മുകളിലോട്ട് I2 എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. സോ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് I1 മൈനസ് I2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ അല്ലെങ്കിൽ നമ്മൾ നോക്കി നോക്കുക, ഈ ഒരു പോയിന്റിൽ നമ്മൾ KVL അപ്ലൈ ചെയ്ത് നോക്കി നോക്കുക. സോ ഈ മെഷിലെ കറണ്ട് I1 എന്ന് നമ്മൾ പറഞ്ഞു. ഈ മെഷിലെ കറണ്ട് I1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് പാത്ത് വിൽ ബി I1. ഓക്കെ, ആൻഡ് ഈ മെഷിലെ കറണ്ട് I2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ കൂടെ, അതായത് 4 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2. സോ ഇത് I1, ഇത് I2. സോ ഈ 3 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് എന്തായിരിക്കും?
അതായത് ആ ഒരു നോഡ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ആ നോഡ് വരുന്നത്, ഇതിൽ കൂടെ I1 ഫ്ലോ ചെയ്യുന്നു, ഇങ്ങോട്ട് I2 ഫ്ലോ ചെയ്യുന്നു. സോ ഈ 3 ohm കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? ഈ നോഡിൽ KVL അപ്ലൈ ചെയ്യാം. സോ 3 ohm കൂടെ ഫ്ലോ ചെയ്യുന്ന I എന്ന് പറയുന്ന കറണ്ട് വിൽ ബി ഈക്വൽ ടു, അല്ലെങ്കിൽ വി ക്യാൻ റിട്ടൺ ആസ് I1 is equal to I2 plus I എന്ന് എഴുതാൻ പറ്റും. where I is the current flowing to 3 ohm. So I is equal to I1 minus I2 ആയിരിക്കും. ഓക്കെ, സോ അതങ്ങനെയാണ് നമുക്ക് ഇവിടെ 3 ohm കോട്ടുള്ളത് കറണ്ട് I1 മൈനസ് I2 എന്ന് പറയുന്നത്. സോ അത് നമ്മൾ മൂവ്മെൻറ്റ് +2 മൈനസ് ആയി കാരണം അഗൈൻ മൈനസ് വരും. മൈനസ് I1 മൈനസ് I2 ഇൻറ്റു 3 ohm. ദെൻ ഒരു 5 വോൾട്ട് ഉണ്ട്, അതിൻ്റെ പ്ലസ് മൈനസ്, സോ പ്ലസ്സിൽ നിന്ന് മൈനസിലോട്ടാണ് അഗൈൻ മൂവ്മെൻറ്റ്. സോ -5 will be equal to 0. This will be the first mesh equation. സോ ഇതിനൊന്നും കൂടെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഈ വേരിയബിൾസിനെ ഒരു സൈഡിലും കോൺസ്റ്റൻറ്റ് വാല്യൂസിനെ അപ്പുറത്തെ സൈഡിലോട്ടും കൊണ്ടുപോകാം. സോ ഈ 5I1 മൈനസ് I1 I2 അതിനെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഓക്കെ, സോ 5I1 പ്ലസ് I1 മൈനസ് I2 ഇൻറ്റു 3 എന്ന് വരും. അതിനൊന്നും കൂടെ ഒന്ന് വേണ്ട, I1 minus I2 into 3 which will be equal to 10 minus 5 is equal to 5 എന്ന് വരും. ഓക്കെ, ഇനി അഗൈൻ ഇതിനൊന്ന് ഉള്ളിലോട്ടെടുത്ത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. 3I1 മൈനസ് 3I2 is equal to 5. ഇവിടെ 5I1 3I1, സോ 8I1 മൈനസ് 3I2 is equal to 5. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെഷിലെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടുക. ഓക്കെ, 8I1 മൈനസ് 3I2 is equal to 5. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ദെൻ മെഷ് 2. മെഷ് 2വിൽ നമ്മൾ അഗൈൻ KVL അപ്ലൈ ചെയ്യാം. മെഷ് 2 എന്ന് പറയുമ്പോൾ ഈ മെഷ് വരും, അതിനും KVL അപ്ലൈ ചെയ്യാം. സോ I2ൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. സോ 5 വോൾട്ടിൽ കൂടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ -2 പ്ലസ് ആണ്, സോ +5 വരും, 5. ദെൻ അഗൈൻ 3 വരും, ആ 3 കൂടെ ഇനി സെക്കൻഡ് മെഷ് എടുക്കുമ്പോൾ അവിടെയും പൊളാരിറ്റി മാർക്ക് ചെയ്യാം. അവിടെ ഇപ്പോൾ I2നെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മൾ പൊളാരിറ്റി മാർക്ക് ചെയ്യാം. സോ 3 ohmനെ ക്രോസ് ഇവിടെ പ്ലസ്, താഴെ പ്ലസ്, മുകളിൽ മൈനസ് ആണ് വരിക. ദെൻ 4 ohmന് ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, 2 ohmന് ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഓക്കെ, സോ 3 ohm കൂടെ മുകളിലോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്, അത് I2ൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ അസൈൻ നോക്കുന്നത്. സോ മൈനസ് I2 മൈനസ് I1 ആവും 3 ohm കൊണ്ടുള്ള കറണ്ട്. സോ ഇൻറ്റു 3, ദെൻ മൈനസ് 4I2, ദെൻ മൈനസ് 2 ohm കൊണ്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി I2 മൈനസ് I3 ആയിരിക്കും. സോ ഇൻറ്റു 2, ദെൻ ഇവിടെ ഒരു 5 വോൾട്ട് ഉണ്ട്, വി ആർ മൂവിങ് ഫ്രം മൈനസ് ടെർമിനൽ ടു പ്ലസ് ടെർമിനൽ. സോ അഗൈൻ +5 is equal to 0. ഇതിനൊന്നും കൂടെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ വേരിയബിൾസിനൊക്കെ നമ്മൾ ഇവിടെ നിർത്തുന്നു. സോ I2 മൈനസ് I1 ഇൻറ്റു 3 പ്ലസ് 4I2 പ്ലസ് I2 മൈനസ് I3 ഇൻറ്റു 2 is equal to 5 plus 1, 10 എന്ന് വരും. സോ ഇതിനെ അഗൈൻ ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 3I2 മൈനസ് 3I1 പ്ലസ് 4I2 പ്ലസ് 2I2 മൈനസ് 2I3 is equal to 10 വരും. ഇതിനൊന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് I1 എന്നേ ഉള്ളൂ. സോ 3I1, then I2 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ 3 + 4 + 2, 9I2 minus 2I3 equal to 10. So this will be the KVL equation from second mesh. Okay, similarly we need to apply KVL in third mesh and we will get മെഷ് 3. മെഷ് 3യിലും ഇതുപോലെ തന്നെ ചെയ്യാം. സോ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ പൊളാരിറ്റീസ് കൊടുക്കുക. ഓക്കെ, ദെൻ ഇക്വേഷൻ എഴുതുമ്പോൾ
+2 മൈനസിലോട്ടാണ് മൂന്നിൻ്റെ. സോ 5 വോൾട്ട് മൈനസ് 2 into I3 minus I2, then minus 8 I3, then again +2 minus 30 is equal to 0, or minus 2 I3 minus 2 I3 plus 2 I2 minus 8 I3 equal to 35. ഒന്നും കൂടെ ഇതാണെങ്കിൽ 2 I2 minus 10 I3 is equal to 35. This is the third equation. Okay, അങ്ങനെ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, ഇനി ഈ 3 ഇക്വേഷൻസ് 3 വേരിയബിൾസ് I1 I2 I3 എന്ന് പറഞ്ഞ 3 വേരിയബിൾസ് ആണുള്ളത്, 3 ഇക്വേഷൻസ് ആണുള്ളത്. സോ ഇതിനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കുക. സോൾവ് ചെയ്യാനായിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് നമ്മുടെ മാനുവലി സോൾവ് ചെയ്യേണ്ട, നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതിൽ മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ മാത്ത്, കോംപ്ലക്സ്, ബേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുണ്ടാവും. അതിൽ 5ാമത്തെ ആണെന്ന് തോന്നുന്നു എനിക്ക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷൻസ് എടുക്കുക. ഇക്വേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ടാവും, ലീനിയർ ഇക്വേഷൻസ്, 2 വേരിയബിൾ ലീനിയർ ഇക്വേഷൻ, 3 വേരിയബിൾ ലീനിയർ ഇക്വേഷൻ ഉണ്ടാവും. അതിൽ നമുക്ക് 3 വേരിയബിൾ ആണ് വേണ്ടത്, കാരണം I1 I2 I3 എന്ന് പറഞ്ഞ് 3 വേരിയബിൾസ് നമുക്കുണ്ട്. സോ അതിൽ 3 വേരിയബിൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ഈ 3 ഇക്വേഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 ഇക്വേഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈക്വൽ ടു ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ വേരിയബിൾസിൻ്റെ ഈക്വൽ ടു ഞെക്കി പോകാം. ഫസ്റ്റ് ഈക്വൽ ടു അടിക്കുമ്പോൾ ഫസ്റ്റ് വേരിയബിൾ എക്സിൻ്റെ വാല്യൂ ആണ് വരുന്നത്. ദാറ്റ് ഈസ് എക്സ് ഈസ് ഇവിടെ കറസ്പോണ്ടിങ് ടു I1. സോ I1ൻ്റെ വാല്യൂ വരും, വീണ്ടും ഈക്വൽ ടു അടിച്ച് I2ൻ്റെ വാല്യൂ വരും, വീണ്ടും ഈക്വൽ ടു അടിച്ച് I3ൻ്റെ വാല്യൂ വരും. അങ്ങനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ കേട്ടോ. അപ്പോൾ അതിൽ സോൾവ് ചെയ്താൽ മതി. സോ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഞാനൊന്ന് പറയാം. ഞാൻ മുന്നേ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടായതാണ്. ഓക്കെ, I1 വിൽ ബി ഈക്വൽ ടു 0.8696 ആംപിയർ. ചെക്ക് ചെയ്ത് നോക്കി നോക്കുക നിങ്ങൾ. I2 is equal to 0.6522 ആംപിയർ ആൻഡ് I3 വിൽ ബി ഈക്വൽ ടു -3.37 ആംപിയർ. ഇങ്ങനെ ആണ് മെഷ് കറൻസ് കിട്ടുക, I1 I2 ആൻഡ് I3. ദെൻ ഈ 3 മെഷ് കറൻസ് കിട്ടും. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നും കൂടി നമ്മൾ വായിച്ച് നോക്കി നോക്കാം. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ 3 ohm റെസിസ്റ്റർ. സോ 3 ohm റെസിസ്റ്റർ നമ്മൾ പറഞ്ഞു ഇതാണ്, അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇവിടെ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. I ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. ആ I എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് I1 മൈനസ് I2. സോ I1 മൈനസ് I2 ആണ് 3 ആംപിയറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. സോ 3 ohmiൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. സോ I1 മൈനസ് I2 എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.2174 ആംപിയർ. സോ ഇതാണ് ആൻസർ. ദിസ് ഈസ് ദി ആൻസർ. ദെൻ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. KVL ഇക്വേഷൻസ് വെച്ച് നമ്മൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി മെട്രിക്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ മെട്രിക്സ് വെച്ച് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ഡയറക്റ്റ് മെട്രിക്സ് ചെയ്ത ദെൻ മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് I1 I2 I3 സോൾവ് ചെയ്തെടുക്കാം. സോ ഹൗ വി ക്യാൻ do this problem using matrix method. Okay, so ഇതാണ് സർക്യൂട്ട്. ഞാനൊന്നും കൂടെ ഒന്ന് വരച്ചെടുക്കാം, അല്ലെങ്കിൽ കൂടെ കൺഫ്യൂഷൻ. ഓക്കെ, സോ മെട്രിക്സ് മെത്തേഡ് വെച്ച് നമുക്ക് ഡയറക്റ്റ് മെട്രിക്സ് എഴുതാൻ പറ്റും. സോ ആ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ക്രമേഴ്സ് റൂൾ വെച്ചിട്ടുള്ള ഇക്വേഷൻസ് വെച്ച് ഡയറക്റ്റ് നമുക്ക് I1 I2 സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും ഇന്ന മെത്തേഡെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ഏത് മെത്തേഡാണോ അത് വെച്ച് ചെയ്താൽ മതി. സോ മെട്രിക്സ് മെത്തേഡാണ് കൂടുതൽ സിമ്പിൾ. ഓക്കെ, അപ്പോൾ
മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് ദിസ് ഈസ് ദ സർക്യൂട്ട് ഗിവൺ. ഓക്കെ, സോ ഇതിൽ മെഷസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, 3 മെഷാണെന്ന് പറഞ്ഞു. മെഷ് കറൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടു, I1, I2 ആൻഡ് I3. ദെൻ ഇത് വെച്ചിട്ട് മെട്രിക്സ്, ഹൗ വി ക്യാൻ റൈറ്റ് ദ മെട്രിക്സ്. ഇപ്പോൾ ഇത് വേണ്ട. ഓക്കെ, സോ ഇതാണ് സർക്യൂട്ട്. ഇത് നമുക്ക് എങ്ങനെ മെട്രിക്സ് എഴുതാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു റെസിസ്റ്റൻസ് മെട്രിക്സ് ഉണ്ടായിരിക്കും, ദെൻ കറണ്ട് മെട്രിക്സ് വിച്ച് വിൽ ബി ഈക്വൽ ടു വോൾട്ടേജ്, അങ്ങനെയാണ് പറഞ്ഞത്. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, നമ്മൾ 3 മെഷേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. ഇത് 3/1 ആൻഡ് ദിസ് വിൽ ബി അഗൈൻ 3/1. വോൾട്ടേജ് മെട്രിക്സ്, this is resistance matrix, this is current matrix, this is voltage matrix. ഓക്കെ, അപ്പോൾ കറണ്ട് മെട്രിക്സ് നമുക്കൊന്നുമില്ല. I1 മെഷ് കറൻസ് ഏതാണോ ആ അൺനോൺ കറണ്ടുകൾ ഏത് I1, I2, I3, അത് 3 നമ്മൾ എഴുതി വെച്ചു. ദെൻ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു R11, R12, R13, R21, R22, R23, R31, R32, R33, അങ്ങനെ 9 വാല്യൂസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക. ഓക്കെ, സോ R11 എന്ന് പറയുന്നത് എന്താണ്, ഈ ഫസ്റ്റത്തെ മെഷിലെ കറണ്ട്, അതായത് I1 പാസ് ചെയ്യുന്ന റെസിസ്റ്റേഴ്സിൻ്റെ സമ്മ്. സോ I1 എന്ന് പറയുന്നത് ഇവിടെ സർക്കുലേറ്റ് ചെയ്യുന്ന കറണ്ടാണ്. സോ I1 പാസ് ചെയ്യുന്നത് ഏതൊക്കെ റെസിസ്റ്റേഴ്സ് ഈ കൂടെയാണ്, ഈ 5 ഓം കൂടിയും ഈ 3 ഓം കൂടിയും. സോ അതിൻ്റെ സമ്മാണ് R11 വരിക, ദാറ്റ് ഈസ് 5 + 3, സോ 8. R11 എന്ന് പറയുന്നത് 8 വന്നു. ദെൻ ഇത് R12 ആണ്, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിൽ R12, അതായത് I1ഉം I2ഉം കൂടെ ഫ്ലോ ചെയ്യുന്നത് ഏതൊക്കെ റെസിസ്റ്റേഴ്സിൽ കൂടെയാണോ അതിൻ്റെ സമ്മ്. I1 ഇതാണ്, I2 ഇതാണ്, I1ഉം I2ഉം കൂടെ ഫ്ലോ ചെയ്യണത് ആ കൂടെ 3 ഓം റെസിസ്റ്ററിൽ കൂടെയാണ്, ആൻഡ് 3 ഓം നമ്മൾ ഇട്ടു. അപ്പോൾ ദെൻ അതിൻ്റെ സൈൻ നമ്മൾ പറഞ്ഞു, I1 ആൻഡ് I2 ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ വി നീഡ് നെഗറ്റീവ്. ഇവിടെ I1 ഫ്ലോ ചെയ്യണതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് I2 ഫ്ലോ ചെയ്യണത്. 3 ഓമിൽ നോക്കുക കേട്ടോ, 3 ഓമിൽ കൂടെ I1 താഴോട്ടും I2 മുകളിലോട്ടുമാണ്. സോ I1, I2 ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, അതുകൊണ്ട് -3 എന്ന് വന്നു. ദെൻ R13 എന്ന് പറഞ്ഞാൽ I1ഉം I3യും കൂടെ ഫ്ലോ ചെയ്യുന്ന റെസിസ്റ്റർ. അങ്ങനെ ഒരു റെസിസ്റ്റർ ഇല്ല, കാരണം I1 ഈ അറ്റത്ത് മെഷും I3 ആ അറ്റത്ത് മെഷുമാണ്. സോ അത് രണ്ടും കൂടെ ഒരു റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യില്ല, സോ അത് 0. ദെൻ R21 അഗൈൻ -3 തന്നെ വരും. R22 എന്ന് വെച്ചാൽ I2 ഫ്ലോ ചെയ്യുന്ന റെസിസ്റ്റേഴ്സിൻ്റെ സമ്മ്. I2 ഫ്ലോ ചെയ്യുന്നത് 3 ഓം, 4 ഓം, 2 ഓം, ദാറ്റ് ഈസ് 9. സോ 9 ഓം വരും. ദെൻ ഇത് R23, I2 ആൻഡ് I3 ഫ്ലോ ചെയ്യുന്ന റെസിസ്റ്റർ 2 ഓം ആണ്. ദെൻ അഗൈൻ ദ കറൻറ്റ്സ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സോ -2 വരും. ദെൻ R31, 3ഉം 1ഉം കോമൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു. ദെൻ R32 അഗൈൻ -2. ദെൻ R33, I3 ഫ്ലോ ചെയ്യുന്ന റെസിസ്റ്റേഴ്സിൻ്റെ സമ്മ്, ദാറ്റ് ഈസ് 2 + 8, 10. ഇങ്ങനെ നമുക്ക് റെസിസ്റ്റൻസ് മെട്രിക്സ് കിട്ടും, I1, I2, I3. ദെൻ വോൾട്ടേജസ് എങ്ങനെ എഴുതാം. വോൾട്ടേജസ് എഴുതുമ്പോൾ V1, V2, V3. V1 എന്ന് പറയുന്നത് ഫസ്റ്റ് മെഷിലെ വോൾട്ടേജ് സോഴ്സസിൻ്റെ സമ്മ്. ഫസ്റ്റ് മെഷിൽ 10 വോൾട്ട് ഉണ്ട്, 5 വോൾട്ട് ഉണ്ട്, അതിൻ്റെ സമ്മ് എടുക്കുമ്പോൾ സൈനും കൂടെ നോക്കണം എന്ന് പറഞ്ഞു. കറണ്ടിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് നോക്കുക, ടെർമിനൽ നോക്കിയിട്ട് സൈൻ ഇടുക. സോ 10 കൂടെ മൂവ് ചെയ്യുമ്പോൾ -ന്ന് പ്ലസ്സിലോട്ടാണ് മൂവ് ചെയ്യണേ, സോ +10 എന്ന് വരും. ദെൻ 5 വോൾട്ടിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ +ന്ന് -യിലോട്ടാണ് മൂവ് ചെയ്യണത്, ദാറ്റ് ഈസ് fall in voltage ആണ്. സോ 10 - 5 എന്ന് വരും ടോട്ടൽ വോൾട്ടേജ്, ദാറ്റ് ഈസ് 5 വോൾട്ട്. അപ്പോൾ V1 ഈസ് 5 വോൾട്ട്, അപ്പോൾ ഇവിടെ 5 എന്ന് വരും. അങ്ങനെയാണ് വോൾട്ടേജ് സോഴ്സ് വോൾട്ടേജ് മെട്രിക്സ് എഴുതേണ്ടത്. ദെൻ V2 എന്ന് പറയുന്നത് സെക്കൻഡ് മെഷിൽ 5 വോൾട്ട് 5 വോൾട്ട് രണ്ടെണ്ണം വരുന്നുണ്ട്, അത് I2ൻ്റെ ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്ത് നോക്കുക. സോ 5 കൂടെ മൂവ് ചെയ്യുമ്പോൾ -2 പ്ലസ് ആണ് മൂവ്മെൻറ്റ് വരണേ. ദെൻ ഈ 5 കൂടെ മൂവ് ചെയ്യുമ്പോഴും -2 പ്ലസ് ആണ്, ദാറ്റ് ഈസ് +5 + 5, ദാറ്റ് ഈസ് 10 വോൾട്ട് എന്ന് വരും. സോ ദിസ് എലമെൻറ്റ് ഈസ് 10. ദെൻ I3 മെഷ് 3 നോക്കുക, അവിടെയും മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ 5 വോൾട്ടിൽ കൂടെ +ന്ന് -ലോട്ടാണ് മൂവ്മെൻറ്റ് വരുന്നത്. 30യിലാണെങ്കിലും +ന്ന് -ലോട്ടാണ്. സോ രണ്ട് സ്ഥലത്തും ഫോളിങ് വോൾട്ടേജ് ആണ്. സോ -5 - 30 എന്ന് വരും, ദാറ്റ് ഈസ് -35. സോ ഇങ്ങനെയാണ് നമുക്ക് മെട്രിക്സ് കിട്ടുക, അതായത് 8 -3 0 -3 9 -2
0 minus 2 10 is equal into I1 I2 I3 is equal to 5 10 minus 35. ഈ ഇക്വേഷൻ ഇതിന് കറസ്പോണ്ടിങ് ഇക്വേഷൻസ് ആണ് നമുക്ക് KVL എഴുതിയപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. ഇങ്ങനെ കിട്ടി. ഇനി I1 I2 I3 സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത് ക്രമേഴ്സ് റൂൾ വെച്ചിട്ട് I1 വിൽ ബി ഈക്വൽ ടു I1 കണ്ടുപിടിക്കണമെങ്കിൽ ഇതിലെ ഫസ്റ്റ് റോ റീപ്ലേസ് ചെയ്ത് ഈ ഫസ്റ്റ് കോളം റീപ്ലേസ് ചെയ്ത് വോൾട്ടേജ് മെട്രിക്സ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 5 10 minus 35. ദെൻ ബാക്കി എലമെൻറ്റ്സ് അങ്ങനെ തന്നെ -3 9 -2 0 -2 10. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഡിവൈഡഡ് ബൈ ഈ റെസിസ്റ്റൻസ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 8 -3 0 -3 9 -2 0 -2 10. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് I1 കിട്ടും. ചെയ്ത് നോക്കി നോക്കുക. നമുക്ക് തൊട്ട് മുന്നേ ചെയ്ത മെത്തേഡിൽ ചെയ്ത സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. 0.8696 ആംപിയർ എന്ന് കിട്ടും I1. ഇതുപോലെ I2 ചെയ്യാം. I2 ചെയ്യുമ്പോൾ ഈ സെക്കൻഡ് കോളത്തിനെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യുക. ബാക്കി ഈ കോളംസ് സെയിം വരും. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഡിവൈഡഡ് ബൈ ഇത് തന്നെ. ദെൻ I3 കാണാം. അപ്പോൾ എന്തെങ്കിലും I1 I2 I3 കിട്ടും. ദെൻ 3 ohm കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ I1 - I2 സെയിം തന്നെ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് KVL ഇക്വേഷൻസ് ഒന്നും എഴുതണ്ട. ഡയറക്റ്റ് മെട്രിക്സ് എഴുതിയിട്ട് അത് ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മെഷ് കറൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ മെഷ് അനാലിസിസ് അല്ലെങ്കിൽ മെഷ് കറണ്ട് മെത്തേഡ് വെച്ചിട്ട് ഏതൊരു സർക്യൂട്ട് കിട്ടിയാലും അനലൈസ് ചെയ്ത് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ. So thank you.